ദിവസത്തിന്റെ പ്രാധാന്യം ഇന്ന് ഓശാന ഞായറാണ്. സംസ്ഥാനത്തും രാജ്യത്തും ലോകത്തെമ്പാടുമുള്ള ക്രിസ്തീയ മതവിശ്വാസികൾക്ക് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. ക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മ പുതുക്കിയുള്ള ക്രിസ്തുമത വിശ്വാസികളുടെ ഓശാന ഞായർ ആചരണം നടക്കുന്ന ദിവസം. പ്രത്യേക പ്രാർത്ഥനകളാൽ മുഖരിതമാണ് ദേവാലയങ്ങൾ. വിശ്വാസികൾ കുരുത്തോല പ്രദക്ഷിണവും നടത്തുന്നു. എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ നിന്ന് ജോസഫ് കളത്തിപ്പറമ്പിൽ മെത്രോപ്പൊലിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിലെ ചടങ്ങുകൾ നമുക്കൊന്ന് കണ്ടുവരാം. ഒപ്പം തിരുവനന്തപുരത്തും കോഴിക്കോട്ടും കുരുത്തോല പ്രദക്ഷിണം അടക്കമുള്ള ചടങ്ങുകളും നടക്കുന്നുണ്ട്. നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോയി വരാം. നമുക്കും സമാധാനത്തോടെ പുറപ്പെടാം. സ്വരമുയർത്തി സ്വീകരിച്ചു നാദനേ മുദാ, ഒലിവ് ശാഖയും വഹിച്ച പ്രായപാലക. സ്വരമുയർത്തി സ്വീകരിച്ചു നാദനേ മുദാ, വഴിയിൽ നീളെ വസ്ത്രവും വിരിച്ചു മോടി. കോഴിക്കോട്ടെ മദർ ഓഫ് ഗോഡ് കത്തീഡ്രലിൽ കോഴിക്കോട് രൂപത ബിഷപ്പ് വർഗീസ് ചക്കാലക്കലിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. ആ ദൃശ്യവും കണ്ടുവരാം. എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന, എല്ലാ മനുഷ്യരെയും സ്വീകരിക്കാൻ കഴിയുന്ന, എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെന്ന് കരുതി ജാതിയില്ലാതെ മതമില്ലാതെ രാഷ്ട്രീയമില്ലാതെയൊക്കെ എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഭരണത്തിന് ഈ രാജ്യത്ത് ഒത്തിരി നന്മകൾ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഈ രാജ്യത്തെ ഏറ്റവും ഉന്നതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ളൊരു പ്രായോഗികമായിട്ടുള്ള ചിന്തയായിരിക്കും. ആ ചിന്തയാണ് എല്ലാവർക്കും വേണ്ടത്. ആരെയും ഒഴിച്ച് കളയാതെ എല്ലാവരെയും ആലിംഗനം ചെയ്യുന്ന, എല്ലാവരും ഉൾക്കൊള്ളുന്ന, വ്യവസ്ഥകളില്ലാത്ത സ്നേഹത്തിൻ്റെ ഉടമയാണ് ദൈവം. ആ സ്നേഹം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് വലിയ കാര്യമായിരിക്കും. നമ്മളോടൊപ്പം എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ നിന്ന് റോഷിപാൽ, തിരുവനന്തപുരം പാളയം പള്ളിയിൽ നിന്ന് അല്ലമീൻ, വയനാട് നടവയൽ ഹോളി ക്രോസ് പള്ളിയിൽ നിന്നും ദീപക് മോഹനും തത്സമയം ചേരുന്നു. ആദ്യം ഞാൻ റോഷിപാലിലേക്ക്. റോഷിപാൽ, എങ്ങനെയാണ് കൊച്ചിയിലെ ഓശാന ഞായർ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്? അരുൺകുമാർ, വരാപ്പുഴ അതിരൂപതയുടെ കീഴിലുള്ള സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ ഈ ഓശാന ഞായറുമായി ബന്ധപ്പെട്ട തിരുകർമ്മങ്ങൾ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. മെത്രോപൊലിത്ത ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. രാവിലെ 7 മണിയോടെ തന്നെ കുരുത്തോല ഉൾപ്പെടെയുള്ള കുരുത്തോലയുമായി ഇവിടെ പ്രദക്ഷിണം ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലിൻ്റെ നേതൃത്വത്തിൽ നടന്നു. അതിനുശേഷം കുർബാന ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ വിശ്വാസികൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്ന സാഹചര്യമുണ്ടായി. ഒപ്പം അങ്കമാലി അതിരൂപതയുടെ കീഴിലുള്ള ദേവാലയങ്ങളിലും തിരുകർമ്മങ്ങളടക്കം ഏതാണ്ട് 7 മണിക്ക് തന്നെ ആരംഭിച്ചു. ഈ ഞാനിപ്പോൾ നിൽക്കുന്ന അസീസി കത്തീഡ്രലിലെ ചടങ്ങുകൾ പൂർണ്ണമായും അവസാനിച്ചു. MP-യും UDF സ്ഥാനാർത്ഥിയുമായ ഹൈബി ഈഡൻ ചടങ്ങുകൾ, ഹൈബി ഈഡനും കുടുംബവും ചടങ്ങിൽ അവസാനം വരെ പങ്കെടുത്തിരുന്നു. തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സ്ഥാനാർത്ഥികൾ വിവിധ ദേവാലയങ്ങളിൽ ഈ ഓശാന ഞായറിൻ്റെ ചടങ്ങുകളുടെ ഭാഗമാകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ചടങ്ങുകൾ പൂർത്തിയായി വിശ്വാസികൾ മടങ്ങുകയാണ്. പീഡനാനുഭവത്തിൻ്റെ വാരത്തിൻ്റെ തുടക്കമായി തന്നെയാണ് വിശ്വാസികൾ ഈ ദിവസത്തെ കാണുന്നത്. ഇനി അങ്ങോട്ട് പ്രാർത്ഥനയുടെ നാളുകളാണ്. ഏതായാലും ഇവിടെ പ്രദക്ഷിണത്തിന് നിരവധി വിശ്വാസികൾ പങ്കെടുത്തിരുന്നു. ഇപ്പോൾ മെത്രോപൊലിത്തയെ അവിടേക്ക് ബിഷപ്പ് ഹൗസിലേക്ക് എത്തിയതിന് ശേഷം തിരിച്ച് ഇവിടെയുള്ള മറ്റ് ചടങ്ങുകളിലേക്ക് കടക്കുന്നതിൻ്റെ ഭാഗമായി തിരിച്ചു വരുന്ന ദൃശ്യങ്ങളാണ് ഉള്ളത്. അല്പം മുമ്പാണ് പ്രധാനപ്പെട്ട ചടങ്ങുകൾ, ഈ തിരുക്കർമ്മങ്ങൾ ഇവിടെ അവസാനിച്ചത്. റൈറ്റ്, പാളയം പള്ളിയിൽ നിന്നും അല്ലമീനും കൂടി നമുക്കൊപ്പം ചേരുന്നു തത്സമയം. അല്ലമീൻ, എങ്ങനെയാണ് ചടങ്ങുകളൊക്കെ അവസാനിക്കാറായോ? കുരുത്തോല നഗരപ്രദക്ഷിണം കഴിഞ്ഞിരുന്നു. ശശി തരൂർ അടക്കമുള്ളവർ ആ ചടങ്ങിൽ പങ്കെടുത്തുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് പാളയം പള്ളിയിൽ നടക്കുന്നത്? അരുൺ, തലസ്ഥാനത്തും വിവിധ ദേവാലയങ്ങളിൽ രാവിലെ 6:30 മുതൽ തന്നെ പ്രാർത്ഥനാ ചടങ്ങുകളും കുർബാനയും ഒക്കെ ആരംഭിച്ചു. ഞാൻ രാവിലെ നിൽക്കുന്നത് പാളയത്തായിരുന്നു. ഇപ്പോൾ പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിലാണ് നിൽക്കുന്നത്. ഇവിടെയും രാവിലെ 6:30 മുതൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ ആരംഭിച്ചിരുന്നു. കുരുത്തോലയേന്തി വിശ്വാസികളുടെ നഗരപ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ പള്ളിയിൽ കുർബാന അതിൻ്റെ അവസാന സമയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ UDF-ന്റെ സ്ഥാനാർത്ഥി ശശി തരൂർ പാളയത്തും അതുപോലെ തന്നെ പട്ടത്തുമൊക്കെ പള്ളിയിൽ ഈ പ്രാർത്ഥനാ ചടങ്ങിലും കുരുത്തോള പ്രദക്ഷിണത്തിലുമൊക്കെ അവർ പങ്കെടുക്കുകയും ചെയ്തു. ഓശാന പെരുന്നാളുമായി ബന്ധപ്പെട്ട വിശുദ്ധാരാചരണത്തിന് ഇന്നിപ്പോൾ ഏതായാലും തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇനി ഒരാഴ്ച ഈ വിധത്തിൽ പ്രാർത്ഥനാ നിർഭരമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയായിരിക്കും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. ക്രൈസ്തവ ദേവാലയങ്ങളെല്ലാം ആ അർത്ഥത്തിൽ വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം, പ്രാർത്ഥനാ മുഖരിതമായ ഒരു സാഹചര്യം തന്നെയാണ്
എല്ലായിടത്തും ഉള്ളത്. ഇനി പെസഹ വ്യാഴത്തിന്റെയും അതുപോലെ ദുഃഖവെള്ളിയുടെയും ഒക്കെ ചടങ്ങുകളും വരാനിരിക്കുന്നു. യേശു ക്രിസ്തു ജെറുസലേമിലേക്ക് എത്തിയതിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് ഈ ഒരു ആഘോഷത്തിലേക്ക്, ഈ പ്രാർത്ഥനാ ചടങ്ങുകളിലേക്ക് വിശ്വാസികൾ കടന്നിട്ടുള്ളത്. അങ്ങനെ ജെറുസലേമിലേക്ക് കഴുതപ്പുറത്തേറി യേശു ക്രിസ്തു പോയതിന്റെ പ്രതീകമായിട്ട് വിശ്വാസികൾ കയ്യിൽ കുരുത്തോല ഏന്തിയാണ് ഇപ്പോൾ പള്ളിയിൽ നിൽക്കുന്നത്. പാളയം സെന്റ് മേരീസ് പള്ളിക്കകത്തുള്ള ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാനാകുന്നത്. ഇവിടെ ഈ രാവിലെ പ്രാർത്ഥനാ ചടങ്ങുകളും കുർബാനയും ഒക്കെയുണ്ട്. അതിനുശേഷം വൈകുന്നേരങ്ങളിലും വിവിധ ദേവാലയങ്ങളിൽ പ്രാർത്ഥനയും കുർബാനയും സന്ധ്യാ നമസ്കാരവും ധ്യാനപ്രസംഗവും ദിവ്യബലിയും ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടക്കുകയും ചെയ്യും. എല്ലാ ദേവാലയങ്ങളിലും രാവിലെ തന്നെ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തുകൊണ്ടുള്ള കുരുത്തോല പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ പ്രാർത്ഥനാ ചടങ്ങുകൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നടന്ന ചടങ്ങുകൾക്ക് ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെനെറ്റോ കാർമ്മികത്വം വഹിച്ചിരുന്നു. പട്ടം സെന്റ് മേരീസ് ചർച്ചിൽ ക്ലിമീസ് ബാബയാണ് നേതൃത്വം നൽകിയത് പ്രാർത്ഥനാ ചടങ്ങുകൾക്ക്. ഇപ്പോൾ ചടങ്ങുകളെല്ലാം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അരുൺകുമാർ. ശരി, അല്ലമീനാണ് തിരുവനന്തപുരത്ത് പാളയം പള്ളിയിൽ നിന്ന് ഓശാന ഞായറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചടങ്ങുകളുടെ തത്സമയ വിവരം പ്രേക്ഷകർക്ക് നൽകിയത്. ഇനി നമ്മൾ വയനാട്ടിലേക്കൊന്ന് പോകുന്നു. വയനാട് നടവേൽ ഹോളി ക്രോസ് പള്ളിയിൽ നിന്നും ദീപക് മോഹൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് തത്സമയം. ഗുഡ് മോർണിംഗ് ദീപക് മോഹൻ, എങ്ങനെയാണ് വയനാട് പള്ളിയിലും ഈ ഓശാന ഞായർ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്? വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. വയനാട്ടിലെ എല്ലാ ദേവാലയങ്ങളിലും തന്നെ ഓശാന ഞായറോടനുബന്ധിച്ചുള്ള വിവിധ പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നമ്മളുള്ളത് നടവേൽ ഹോളി ക്രോസ് ഫൊറോന ദേവാലയത്തിലാണ്. രാവിലെ 7:45 കൂടിയാണ് ഇവിടെ പ്രാർത്ഥനാ ചടങ്ങുകൾ ആരംഭിച്ചത്. സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടേൽ പിതാവിന്റെ കാർമ്മികത്വത്തിലാണ് ഇവിടെ ഈ ചടങ്ങുകൾ ആരംഭിച്ചത്. 7:45 കൂടി പ്രാർത്ഥനകൾ ആരംഭിച്ചു. അതിനുശേഷം കുരുത്തോലകൾ വിശ്വാസികൾക്ക് വെഞ്ചരിച്ച് നൽകി. അല്പം മുൻപായിരുന്നു ഈ പ്രദക്ഷിണം നടവേൽ നഗരത്തിലൂടെ നടന്നത്. ഇപ്പോൾ ഈ പ്രദക്ഷിണത്തിന് ശേഷമുള്ള തിരുക്കർമ്മങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പ സമയത്തിനുള്ളിൽ സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് വിശ്വാസികളെ അഭിസംബോധന ചെയ്യും. ഇപ്പോൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള കാർമ്മികത്വത്തിൽ ഈ തിരുക്കർമ്മങ്ങൾ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അരുൺ. ഓക്കെ, താങ്ക് യു. വയനാട് നിന്നും ദീപക് മോഹൻ, കൊച്ചിയിൽ നിന്നും റോഷിപാൽ, തിരുവനന്തപുരത്ത് നിന്നും അല്ലമീൻ എന്നിവരാണ് തത്സമയം ഓശാന ഞായറിന്റെ വിവിധ പള്ളികളിൽ നടക്കുന്ന ചടങ്ങുകളുടെ തത്സമയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.